നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ ആണ്. ഫോർ ദ സിസ്റ്റം ടു ബി യൂസബിൾ ഇറ്റ് മസ്റ്റ് റിട്രീവ് ഡാറ്റ എഫിഷ്യൻ്റ്ലി. ഒരു സിസ്റ്റം യൂസബിൾ ആവണമെങ്കിൽ നമുക്ക് ഡാറ്റ എഫിഷ്യൻ്റ് ആയിട്ട് റിട്രീവ് ചെയ്യാൻ പറ്റണം. ദ നീഡ് ഫോർ എഫിഷ്യൻസി ഹാസ് ലീഡ് ഡിസൈനേഴ്സ് ടു യൂസ് കോംപ്ലക്സ് ഡാറ്റ സ്ട്രക്ചർ ടു റെപ്രസെൻറ്റ് ഡാറ്റ ഇൻ ഡാറ്റാബേസ്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡാറ്റ റിട്രീവലിന് നമ്മൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നു. സിൻസ് മെനി ഡാറ്റാബേസ് യൂസേഴ്സ് ആർ നോട്ട് കമ്പ്യൂട്ടർ ട്രെയിൻഡ്, ഡെവലപ്പർ ഹൈഡ് കോംപ്ലക്സിറ്റി ഫ്രം യൂസേഴ്സ് ത്രൂ സെവറൽ ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ. നമ്മൾ ഡാറ്റ വളരെ കോംപ്ലക്സ് ആയിട്ടാണ് സേവ് ചെയ്യുന്നത്. കോംപ്ലക്സ് ഡാറ്റ സ്ട്രക്ചറാണ് ഡാറ്റാബേസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഡാറ്റാബേസിൻ്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് ന്യൂ യൂസേഴ്സാണ്. അവർക്ക് കമ്പ്യൂട്ടർ ട്രെയിൻഡ് ഒന്നും ആയിരിക്കില്ല. സോ നമ്മൾ അവരിൽ നിന്ന് കോംപ്ലക്സിറ്റി ഹൈഡ് ചെയ്യേണ്ട ആവശ്യം വന്നു. ഡെവലപ്പേഴ്സ് ഹൈഡ് ദ കോംപ്ലക്സിറ്റി ഫ്രം യൂസേഴ്സ് ത്രൂ സെവറൽ ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ ടു സിംപ്ലിഫൈ യൂസേഴ്സ് ഇൻട്രാക്ഷൻ വിത്ത് സിസ്റ്റം. യൂസേഴ്സിൻ്റെ സിസ്റ്റവുമായിട്ടുള്ള ഇൻട്രാക്ഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർലൈൻഡ് ആയിട്ടുള്ള കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് എല്ലാം യൂസേഴ്സ് നിന്ന് നമ്മൾ ഹൈഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പല ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻസ് വരുന്നത്. ഫിസിക്കൽ ലെവൽ ഡിസ്ക്രൈബ് ഹൗ എ റെക്കോർഡ് ഈസ് സ്റ്റോർഡ്. ലോജിക്കൽ ലെവലിനകത്ത് വരുന്നത് ഡിസ്ക്രൈബ് ഡാറ്റ സ്റ്റോർഡ് ഇൻ ഡാറ്റാബേസ് ആൻഡ് ദ റിലേഷൻഷിപ്പ് എമംഗ് ദ ഡാറ്റ. വ്യൂ ലെവലിൽ വരുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഹൈ ഡീറ്റെയിൽസ് ഓഫ് ഡാറ്റ ടൈപ്സ്. വ്യൂസ് ക്യാൻ ഓൾസോ ഹൈഡ് ഇൻഫർമേഷൻ ഫോർ സെക്യൂരിറ്റി പർപ്പസ്. അതായത് നമ്മൾക്ക് ഒന്നുകൂടെ പറയാം, ഫിസിക്കൽ ലെവലിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ ലെവൽ ഓർ ഇൻറ്റേർണൽ വ്യൂ അല്ലെങ്കിൽ സ്കീമ എന്ന് പറയുന്നതിനകത്ത് അതാണ് ലോവസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ. അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൗ ഡാറ്റ ആർ ആക്ച്വലി സ്റ്റോർഡ്. ഡാറ്റ ആക്ച്വലി എങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഫിസിക്കൽ ലെവലിൽ പറയുന്നത്. ഫിസിക്കൽ ലെവൽ ഡിസ്ക്രൈബ് കോംപ്ലക്സ് ലോ ലെവൽ ഡാറ്റ സ്ട്രക്ചർ ഇൻ ഡീറ്റെയിൽ. ഫിസിക്കൽ ലെവലിനകത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ലെവലിനകത്താണ് നമ്മൾ ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത്. ഇനിയെന്ന് പറയുന്ന ലോജിക്കൽ ലെവൽ ഓർ കൺസെപ്ച്വൽ വ്യൂ അല്ലെങ്കിൽ കൺസെപ്ച്വൽ സ്കീമ. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഇത് നെക്സ്റ്റ് ഹയർ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ട് ഡാറ്റ ആർ സ്റ്റോർഡ് ഇൻ ഡാറ്റാബേസ്. എന്ത് ഡാറ്റയാണ് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തേക്കുന്നത്. ആൻഡ് വാട്ട് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് എമംഗ് ദീസ് ഡാറ്റ. ഡാറ്റാബേസിൽ എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്, ആ ഡാറ്റകൾ തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഇതെല്ലാം ഈ ലെവലിൽ പറയുന്നുണ്ട്. The logical level thus describe the entire database in terms of a small number of relatively simple structure. Although implementation of the simple structure at the logical level may involve complex physical level structure, the user of the logical level does not need to aware of this complexity. This referred to as physical data independence. A database administrator who must decide what information to keep the database use the logical level of abstraction. ലോജിക്കൽ ലെവലിൽ പറഞ്ഞേക്കുന്നത് എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതിനകത്ത് ഇംപ്ലിമെൻറ്റേഷനിൽ കോംപ്ലക്സ് ഫിസിക്കൽ ലെവൽ സ്ട്രക്ചേഴ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ യൂസർ ഓഫ് ദ ലോജിക്കൽ ലെവൽ ഡസ് നോട്ട് നീഡ് ടു അവെയർ ഓഫ് ദിസ് കോംപ്ലക്സിറ്റി. ഫിസിക്കൽ ലെവലിൻ്റെ കോംപ്ലക്സിറ്റി ലോജിക്കൽ ലെവലിലുള്ള യൂസേഴ്സ് അറിയേണ്ട ആവശ്യം വരുന്നില്ല. ഇതിനെയാണ് പറയുന്നത് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന്. The logical level thus describes the entire database in terms of a small number of relatively simple structures. Although implementation of the simple structure at the logical level may involve complex physical level structure,
The user of the logical level does not need to aware of this complexity. ലോജിക്കൽ ലെവലിലുള്ള യൂസേഴ്സ് ആ ഫിസിക്കൽ ലെവലിലുള്ള കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ദിസ് റെഫേർഡ് ടു ആസ് എ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് who must decide what information to keep in database. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്ത് ഡാറ്റയാണ് ഡാറ്റാബേസിൽ കീപ്പ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. He uses the logical level of abstraction. ഇനി നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് വ്യൂ ലെവൽ, എക്സ്റ്റേണൽ വ്യൂ ഓർ എക്സ്റ്റേണൽ സ്കീമ. The highest level of abstraction describe only part of the entire database. വ്യൂ ലെവൽ എന്ന് പറയുന്നതാണ് ഹയസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ. ഇത് ഓൺലി പാർട്ട് ഓഫ് ദ എൻ്റെ ഡാറ്റാബേസിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. ഈവൻ ദ ലോജിക്കൽ ലെവൽ യൂസേഴ്സ് simpler structure, complexity remains because of variety of information stored in large database. ലോജിക്കൽ ലെവലിനകത്ത് നമ്മൾ സിമ്പിൾ സ്ട്രക്ചേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുള്ളെങ്കിലും കോംപ്ലക്സിറ്റി ഉണ്ട്. കാരണം ബിക്കോസ് ഓഫ് വെറൈറ്റി ഓഫ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ലാർജ് ഡാറ്റാബേസ്. മെനി യൂസേഴ്സ് ഓഫ് ദ ഡാറ്റാബേസ് സിസ്റ്റം ഡു നോട്ട് നീഡ് ടു all this information. Instead, they need to access only part of the database. ഡാറ്റാബേസിൻ്റെ മിക്കവാറും എല്ലാ യൂസേഴ്സിനും എല്ലാ ഇൻഫർമേഷൻ്റെയും ആവശ്യമില്ല. അവർക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളെ അറിയണ്ടൂ. ഈ വ്യൂ ലെവൽ അബ്സ്ട്രാക്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ യൂസേഴ്സിൻ്റെ സിസ്റ്റവുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഏറ്റവും സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഉദ്ദേശിക്കുന്നത്. The view level of abstraction exists to simplify their interaction with the system. The system may provide many views for same database. ഇപ്പോൾ ഇതിനകത്തൊരു ചെറിയ കോഡിൻ്റെ പോർഷൻ കാണിച്ചിട്ടുണ്ടല്ലോ. ടൈപ്പ് കസ്റ്റമർ ഈക്വൽ ടു റെക്കോർഡ്, നെയിം സ്ട്രിങ്, സ്ട്രീറ്റ് സ്ട്രിങ്, സിറ്റി ഇൻറ്റിജർ, എൻഡ്. അപ്പോൾ അതിനകത്ത് പറയുക എങ്ങനെയാണെന്ന് വെച്ചാൽ അറ്റ് ദ ഫിസിക്കൽ ലെവലിൽ എന്താണെന്ന് വെച്ചാൽ ഈ കസ്റ്റമർ, നെയിം, സ്ട്രീറ്റ്, സിറ്റി ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലോക്ക് ഓഫ് കോൺസിക്യൂട്ടീവ് സ്റ്റോറേജ് ലൊക്കേഷനായിട്ടാണ് ഫിസിക്കൽ ലെവലിൽ ഇത് ഇരിക്കുന്നത്. കമ്പൈലർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പൈലർ ഹൈഡ് ദിസ് ലെവൽ ഓഫ് ഡീറ്റെയിൽസ് ഫ്രം പ്രോഗ്രാമർ. കമ്പൈലർ ഈ ഓരോ വേരിയബിൾസും മെമ്മറിയിൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം പ്രോഗ്രാമറിന് ഹൈഡ് ചെയ്യുന്നു. സിമിലർലി ദ ഡാറ്റാബേസ് സിസ്റ്റം hide many of the lowest level storage details from database programmer. Database administrator on the other hand may be aware of certain details of physical organization of data. At the logical level, each such record is described by type definition. Programmer using programming language work at this level of abstraction. Similarly, database administrator usually work at this level of abstraction. Finally, at the view level, computer users see a set of application program that hide details of data type. At the view level, several views of database are defined, and the database users see some or all of these views. ലോജിക്കൽ ലെവലിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ റെക്കോർഡും അതിൻ്റെ ടൈപ്പ് ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ വെച്ച് ഡിസ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് ദീസ് റെക്കോർഡ്സും ഡിഫൈൻ ചെയ്യും. ഈ ലെവലിൽ വർക്ക് ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ പ്രോഗ്രാമേഴ്സാണ് ആ ലെവലിൽ വർക്ക് ചെയ്യുന്നത്. പ്രോഗ്രാമേഴ്സ് യൂസിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വർക്ക് അറ്റ് ദിസ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ. ഇനി എന്താ ഫൈനൽ വ്യൂ ലെവൽ എന്ന് വെച്ചാൽ in addition to hiding details of the logical level of database, the views also provide a security mechanism to prevent users from accessing certain parts of database. സെക്യൂരിറ്റി പെർസ്പെക്റ്റീവിൽ കുറച്ച് ഭാഗങ്ങളിലോട്ട് മാത്രം ആക്സസ് കൊടുക്കുക. ഇതെല്ലാം വ്യൂ ലെവലിൽ പറയുകയാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ക്ലർക്ക് ഇൻ ദ സെക്യൂരിറ്റി രജിസ്ട്രാർ ഓഫീസ് ക്യാൻ സീ
only that part of database that has information about student. They cannot access information about salary of instructors. അങ്ങനെ നമുക്ക് സെക്യൂരിറ്റി പേഴ്സ്പെക്റ്റീവിൽ ഉള്ള കാര്യങ്ങളെല്ലാം ഈ വ്യൂ ലെവലിൽ പറയുന്നുണ്ട്. അതായത് നമുക്ക് ചില പോർഷൻസ് ഹൈഡ് ചെയ്യണമെങ്കിൽ അതെല്ലാം വ്യൂ ലെവലിലാണ് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വ്യൂ ഓഫ് ദ ഡാറ്റയാണ്. അതായത് എ ഡാറ്റാബേസ് സിസ്റ്റം ഈസ് എ കളക്ഷൻ ഓഫ് ഇൻ്റർറിലേറ്റഡ് ഡാറ്റ ആൻഡ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് അലോ യൂസേഴ്സ് ടു ആക്സസ് ആൻഡ് മോഡിഫൈ ദീസ് ഡാറ്റ. എ മേജർ പർപ്പസ് ഓഫ് database system is to provide users with a abstract view of data. That is, system hides certain details of how data are stored and maintained. അങ്ങനത്തെ അതായത് സിസ്റ്റം എങ്ങനെയാണ് ഡാറ്റ സൂക്ഷിക്കുന്നത്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. വ്യൂ ഓഫ് ദ ഡാറ്റയിൽ പറയുന്ന അതാണ്. അതായത് മേജർ പർപ്പസ് ഓഫ് ഡാറ്റാബേസ് സിസ്റ്റം ഈസ് ടു പ്രൊവൈഡ് യൂസേഴ്സ് വിത്ത് അബ്സ്ട്രാക്ട് വ്യൂ ഓഫ് ഡാറ്റ. അതായത് നമുക്ക് കാണേണ്ട ഡീറ്റെയിൽസ് മാത്രം കാണിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ വ്യൂ ഓഫ് ദ ഡാറ്റയിൽ പറയുന്നത്.